അത് മരിച്ചുപോയി എന്നാലും അത് നമുക്ക് സിനിമ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ല, അത് അറിഞ്ഞുകൂടാ, അത് എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് രാജുവിനായതുകൊണ്ട് രാജുവിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ നമുക്ക് രാജു എന്തെങ്കിലുമൊക്കെ ഒരു കുറെ സസ്പെൻസുകൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം സിനിമ വരുന്നവരെ. നോക്കാം, നമുക്ക് സിനിമ എന്തായാലും വരട്ടെ. ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ലെവലും റേഞ്ചും ഒക്കെ അറിയാം. അപ്പോൾ കുറേ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു എത്ര ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നാലും നിങ്ങളെ വീണ്ടും തൊഴിലടിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. അല്ല, സിനിമ ലാഭമുള്ള സിനിമകളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾ ഇവിടെ നടക്കില്ലല്ലോ. നഷ്ടങ്ങൾ മാത്രം നടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ആരെങ്കിലും വരുമോ? അല്ലേ? ഈ പൈസ നമ്മൾ മുടക്കുന്ന 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 100 കോടിയാണെങ്കിലും അതിൻ്റെ ഒരു വിജയ സാധ്യത നോക്കിയിട്ടല്ലേ വരുള്ളൂ. അപ്പൊ ആരും അങ്ങനെ മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ നഷ്ടങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിലേക്ക് ഒരിക്കലും പുതിയ ആളുകളും വരില്ല, പഴയ ആളുകളും വീണ്ടും ചെയ്യില്ല. അല്ല, അത് ആ കണക്കൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എടുത്ത് നോക്കണം. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയധികം നഷ്ടമുള്ളൊരു മേഖലയിലേക്ക് വീണ്ടും വീണ്ടും എങ്ങനെയാണ് വരുന്നത്? അല്ല, എനിക്ക് സംശയമുണ്ട്. അവർ പറയുന്ന കണക്കുകളെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും ഒന്നും കാണാതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി സിനിമ എടുക്കാൻ ഇപ്പം ആളുകൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇപ്പം നമ്മുടെ ഉണ്ണിയുടെ പടം തന്നെ ചെയ്തിരിക്കുന്നത്. അതേപോലുള്ള യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ബിസിനസിനെ കുറിച്ച് പഠിച്ച്, സിനിമയെക്കുറിച്ച് പഠിച്ച്, ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഇറക്കാം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടും നഷ്ടമുള്ളൊരു വ്യവസായമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നല്ല പടങ്ങളാണെങ്കിൽ വിജയ് നല്ല പടങ്ങളാണെങ്കിൽ തിയേറ്ററിൽ ഓടുന്നു പറയാനുണ്ട്. ഇപ്പൊ ഈടായിട്ട് തന്നെ കുറച്ച് മുന്നേ ഷാജോന്റെ ഒരു പടം, അതായത് രാമചന്ദ്രൻ അത് OTT ഇറങ്ങിയതിനു ശേഷം നല്ല അഭിപ്രായം വരികയും തിയേറ്ററിൽ അതേ അഭിപ്രായത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. അതേസമയം അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഓരോ സിനിമയ്ക്കും ഓരോ വിധി ഉണ്ടോ. ഓരോ സിനിമയ്ക്കും ഓരോ വിധിയാണ്. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇപ്പം CD രാമേന്ദ്രൻ റിട്ടയർഡ് എസ് ഐ ഇപ്പം മനോരമ മാക്സിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്ത് തിയേറ്ററിൽ അത് വരുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ അതിനെയൊക്കെ അനുബന്ധിച്ചിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പം ഓരോരുത്തരും വിളിച്ച് പറയാറുണ്ട്, അതിന്റെ സെക്കൻഡ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്വീകാര്യത തിയേറ്ററിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എമ്പുരാനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കാൻ, ലൂസിഫറിന്റെ സെറ്റ് വന്നിട്ടുള്ളതാണ്. പക്ഷെ എമ്പുരാന്റെ സെറ്റിലേക്ക് പോകാൻ സാധിച്ചിരുന്നു. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവും. നോക്കാം, നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ.